നമ്മൾ തുടങ്ങിയത് 0 നിന്നാണ്, ഒന്നുമില്ല, ഒരു ഉത്തരവ് മാത്രമാണ് ഉള്ളത്. ഗവൺമെൻറ് കോളേജിൽ എന്തൂരം അനുവദിക്കുന്നു എന്നുള്ളൊരു ഉത്തരവിൽ നിന്നാണ് തുടങ്ങിയത്. പണവും ഇല്ല, കാല് വെക്കാൻ സ്ഥലവും ഇല്ല, അവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന വലിയ പ്രചരണം. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളിലൊന്നും വീണുപോകാതെ അചഞ്ചലമായി കൂടെ നിന്ന ഈ സ്ഥലം ഉൾപ്പെടെ എത്ര തവണ ഞാൻ കഴിഞ്ഞ ടേമിൽ MLA ഓഫീസിൽ അവർ നിരന്തരമായിട്ട് ഇടപെടുകയും ഞാൻ അവരുമായി സംസാരിക്കുകയും ഞങ്ങളെല്ലാവരും സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ഏറ്റവും അവസാനം ഈ തൊട്ടടുത്തും ജിജു സാറും ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നമ്മുടെ ഒരു വീട്ടിൽ ആ വഴിയിൽ യോഗം ചേർന്നിരുന്നു. അത് സ്ഥലം വിട്ട് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട, കാരണം സ്ഥലത്തിന് വീതി ഇല്ലെങ്കിൽ നമുക്കിതിന് ഫയർ NOC കിട്ടില്ല. കെട്ടിടം പണിഞ്ഞതുകൊണ്ട് ഇത് കോളേജായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഒപ്പം നിന്ന് എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. കിറ്റ്കോ ഇതിൻ്റെ പ്ലാനും മറ്റു പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു, ടെൻഡർ ചെയ്തു. ഏതാണ്ട് 22 കോടി രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ റിപ്പോർട്ടിൽ പറയുന്നതാണ്. ഏതാണ്ട് 4 നില കെട്ടിടമാണ്, G+3 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 42,000 സ്ക്വയർ ഫീറ്റാണ് ബിൽഡിംഗ്. അതിൽ ഗൃഹ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ്. സാർ ഇവിടെ പറഞ്ഞു, ഗൃഹ നല്ലതായിട്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു സ്റ്റൈൽ കൂടി നാഷണൽ മാനദണ്ഡമാണ്. നല്ലതായിട്ട് വായുവും വെളിച്ചവും ഒക്കെ കയറുന്ന നിലയിലാണത് നിർമ്മിക്കുന്നത്. അഗ്നിസുരക്ഷാ സംവിധാനം, ഭിന്നശേഷി സൗഹൃദ നിർമ്മാണം, ലിഫ്റ്റുകൾ, മാലിന്യ സംസ്കരണ സംവിധാനം, വാഹന പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാം കൂടിയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ടോട്ടൽ അനുവദിക്കപ്പെട്ട കിഫ്ബിയിലൂടെ നമുക്ക് ലഭിച്ച ധനാനുമതി 33.26 കോടി രൂപയാണ്. അതിൽ 4,86,00,000 രൂപ ഇതിനോടകം സ്ഥലമേറ്റെടുത്തു. ഏതാണ്ട് 22 കോടി രൂപ കെട്ടിടത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള തുക സുമനസ്സുകളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ സ്ഥലം വിട്ടു നൽകുകയും ആ സ്ഥലം വിട്ടു നൽകുന്ന സ്ഥലത്ത് നമ്മൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. കിറ്റ്കോയുടെ ശ്രീ MD ഉൾപ്പെടെ ഇവിടെയുണ്ട്. പ്രായമുള്ള ആളുകളൊക്കെ ഉള്ള ധാരാളമുള്ള പേരൻസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ എലന്തൂരും മറ്റ് സ്ഥലങ്ങളും ഒക്കെ. അപ്പോൾ ഒരു മതിൽ പൊളിച്ചിട്ടാൽ അത് അനന്തമായിട്ട് പൊളിച്ചിടാനായിട്ട് പാടില്ല. അതൊറ്റ കാര്യമേ നമ്മൾ പറഞ്ഞുള്ളൂ. അത് അന്നേരം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ കെട്ടിക്കിടക്കണം. അതല്ല ഒരു വശത്തുനിന്ന് എല്ലാ മതിലുകളും പൊളിച്ചിട്ട് പോയിട്ട് പിന്നീട് ആ അറ്റത്തുനിന്ന് കെട്ടിത്തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മതിൽ പൊളിക്കുന്ന മുറയ്ക്ക് അത് കെട്ടിക്കൊടുക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതിനും സഹകരിച്ച എല്ലാവരോടും ഹൃദയപൂർവ്വമായിട്ട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. എന്നെക്കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിക്കുന്നതിൽ ഒരു കഥയാണ്, ഞാൻ ഒരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്. എയ്ഡഡ് കോളേജിൽ പഠിക്കുന്നത് ഏതാണ്ട് കുറ്റമായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് കോളേജിലാണ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ നാട്ടിൻ പുറത്ത്, ഞാൻ ജനിച്ചു വളർന്നത് കുമ്പഴവടക്കാണ്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അടുത്തുള്ള സ്കൂളിങ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ലൈബ്രറികളാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു അക്കാഡമിക് അന്തരീക്ഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഞാൻ പോകുന്നത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് കോളേജിലേക്കാണ്. ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് ഞാൻ 7 വർഷം പഠിച്ചത്. പ്രീ ഡിഗ്രിയും എൻ്റെ ഡിഗ്രിയും PG ഫിസിക്സ് ആയിരുന്നു. ഈ 7 വർഷവും ഞാൻ പഠിച്ചത് ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. സാർ ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി, അത് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഗവൺമെൻറ് വിമൻസ് കോളേജ് എന്നൊരു സ്ഥാപനം, അവിടെ പഠിച്ച ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു കലാലയം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ആഴത്തിൽ വേരുകളിലുള്ള ഒരു മഹാപ്രസ്ഥാനം. ഇപ്പോഴും ഞങ്ങൾ കാണുന്നത് ആ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ടാണ്. ഞങ്ങൾ തന്നെ പരിപാടി ഓർഗനൈസ് ചെയ്യും, ഞങ്ങൾ തന്നെ നടത്തും, ഞങ്ങൾ തന്നെ സംഘടിപ്പിക്കും. ഇനി അത് കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവൽ ആണെങ്കിലും, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളാണെങ്കിലും, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണെങ്കിലും, അത് കലാപരിപാടികളാണെങ്കിലും എല്ലാം
നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന വളരെ മനോഹരവും ഓരോ വ്യക്തിയും സംബന്ധിച്ചിടത്തോളവും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കലാലയ അന്തരീക്ഷമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ് കോളേജ് നമ്മുടെ ഇലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും കാർഷികമായിട്ടും വ്യത്യസ്തമായതിന് ചരിത്രപരമായിട്ടും രാഷ്ട്രപിതാവ് മഹാത്മജി വന്ന പ്രദേശമാണ് ഇലന്തൂർ. അങ്ങനെ ചരിത്രപരമായും സാമൂഹികമായിട്ടും കലാപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഇലന്തൂരിൽ നമ്മുടെ പത്തനംതിട്ടയുടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലയെടുപ്പോടെ നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് വാസ്തവത്തിൽ എന്നിവിടെ സമ്മേളിക്കുമ്പോൾ ഉള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ ഇലന്തൂർ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ പടയണിയുണ്ട്. പടയണിക്ക് തന്നെ പല ചിട്ടകളാണ് ഉള്ളത്. ഇവിടുത്തെ ചിട്ട വ്യത്യസ്തമാണ്. ഇപ്പോൾ കടമനിട്ട, ഇലന്തൂര്, അതുപോലെ പുതുക്കുളങ്ങര, ആറന്മുള മണ്ഡലത്തിൽ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പലയിടത്തും പടയണി അരങ്ങേറാറുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു പെർഫോമിംഗ് ആർട്സിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇലന്തൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരണം. അതങ്ങനെ വളരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇലന്തൂർ കോളേജിൽ ഉണ്ടാകും എന്നുള്ളത് ഈ അവസരത്തിൽ സാർ ഇവിടെ പറഞ്ഞ് പ്രത്യേകമായിട്ട് പറയാനായിട്ടും ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്ററോട് ഇക്കാര്യം സംസാരിച്ചു. മിനിസ്റ്ററും വലിയ താല്പര്യം അതിലുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിൽ, ഒരുപാട് പ്രയാസങ്ങളിൽ നമ്മുടെ ഈ കോളേജിൻ്റെ കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രനാഥ് മിനിസ്റ്റർക്ക് ശേഷം പിന്നീട് വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ ജലീൽ അന്ന് മിനിസ്റ്ററാണ്, MLA ആണ്. അതിനുശേഷം ബിന്ദു മിനിസ്റ്ററാണ്. ഇപ്പോൾ രണ്ടിടത്താണ് ഈ കെട്ടിടം എനിക്ക് തോന്നുന്നു ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഒന്ന് താനൂരും അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ മണ്ഡലത്തിലും ഇലന്തൂരും 7 ഇടങ്ങളിൽ അപ്പോൾ നമുക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കിറ്റ്കോയോടും ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്തൊരു ഓഗസ്റ്റിന് ചിങ്ങത്തിന് മുൻപ് നമുക്കിവിടെ ക്ലാസ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റത്തക്ക വിധത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ മാർച്ച് തുടങ്ങിയല്ലോ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ നമുക്ക് ശ്രമിച്ചാൽ സാധിക്കും. ആ നിലയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് കൂടി ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഒരു കാര്യം, ഈ ഒരു അവസരത്തിൽ ഇലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ കേന്ദ്രം 2.5 കോടി രൂപയുടെ പുതിയ നിർമ്മിതി അവിടെ നടക്കുന്നു. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ ഉൾപ്പെടെ എല്ലാം യാഥാർത്ഥ്യമായി. പത്തനംതിട്ടയിൽ പുതിയ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ സാധിച്ചു. ആറന്മുളയിൽ കേപ്പിൻ്റെ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനായിട്ട് സാധിച്ചു. രണ്ടിടത്തും കുട്ടികൾ പഠിക്കുകയാണ്. പത്തനംതിട്ടയിൽ 3-ാം വർഷമാണ് കുട്ടികൾ പഠിക്കുന്നത്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് 60 കുട്ടികളാണ്. കേപ്പിൻ്റെ നഴ്സിംഗ് കോളേജിലും അവിടെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. അങ്ങനെ ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും മികവോടെ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ, അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എന്നോട് അല്പസമയം മുമ്പ് വിളിച്ച് ചോദിച്ചു, ഞാൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്താൽ പോരെ, ഞാൻ ചെയ്യണോ? ഞാൻ പറഞ്ഞല്ല, മിനിസ്റ്റർ ഇതിൽ പങ്കെടുക്കണം. കാരണം എത്ര മീറ്റിങ്ങുകൾ മിനിസ്റ്ററുടെ ചേംബറിലും അല്ലാതെയും ഇവിടെയും എൻ്റെ ചേംബറിലും നമ്മുടെ YMCA ഹാളിലും ഒക്കെ തന്നെ നമ്മൾ എത്ര മീറ്റിങ്ങുകൾ വിളിച്ചു, എത്ര ഒരു വൈകാരികതയാണ് ജിജു സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അത് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് മിനിസ്റ്റർ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒപ്പം നിന്ന് എല്ലാവരോടും നന്ദി അറിയിക്കും. ഒരുപാട് പേരുണ്ട്, ചിലർ നമ്മോടൊപ്പം ഇപ്പോൾ ഇല്ല, വിട്ടുപോയി. ഒപ്പം നിന്ന കുടുംബങ്ങളിലെ ചില ആളുകളും ഇപ്പോൾ ഇല്ല. അധ്യാപകർ, ഇപ്പോൾ ജയശ്രീ ടീച്ചറൊക്കെ അല്ലേ,
അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ധൈര്യവും കരുത്തും തന്ന എല്ലാവരോടും സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടാണ് നമ്മുടെ സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നു, ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ നമുക്ക് പരിമിതികളൊക്കെ ഉണ്ടാകും, പക്ഷേ അതിപ്പം ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.